ഹലോ ഫ്രണ്ട്സ്, സുഖമോദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഒരു വലിയ ദുരന്തം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ. ത്യാഗരാജനും അരുന്ധതിയും അതിന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ അരുന്ധതി ആണെങ്കിലും മന്ത്രിയെ കണ്ട് നമ്മുടെ സിദ്ധാർത്ഥന് തിരികെ ഒരു MLA സ്ഥാനം കൊടുക്കരുത് എന്ന് കടുത്ത നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം അരുന്ധതി പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാതിരിക്കാനും കഴിയില്ല. കാരണം അവർക്ക് എപ്പോഴും ഫണ്ട് അതിൽ അധികമായി കൊടുക്കുന്നത് ഫണ്ടിന്റെ കാര്യത്തിലും പാർട്ടി ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ കുടുംബ കാര്യങ്ങളിലും കൂടുതൽ പൈസ ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന ആളാണ് അരുന്ധതി. അപ്പൊ അരുന്ധതി പറയുന്നത് അവർക്ക് കേട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് അവർ തന്നെ കഷ്ടകാലത്തിലോട്ടാകും. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവര്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ത്യാഗരാജൻ ആ ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 3 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും നിന്ന് റിമോട്ട് അമർത്തിയാൽ മതി, ബോംബ് പൊട്ടി പാളീസ് ആയിക്കോളും, ആൾക്കാരൊക്കെ ഇതായിക്കോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നാൽ നമ്മുടെ സുഗമോദേവിയിൽ ഈ ദുരന്തങ്ങൾ ഇങ്ങനെ പുറകെ വരുന്നത് കണ്ട് കണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് ശീലമായതുകൊണ്ട് ഇതും അധികം കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ പ്രേക്ഷകരേക്ക് കണ്ണീരണിയിക്കും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പ് തന്നെയാണ്. കാരണം ഈ ഒരു ദുരന്തത്തിൽ കൊഴിയാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് മാഷാണ്. നമ്മുടെ സ്വന്തം ഗിരീഷ് മാഷ് തന്നെയാണ്. ഗിരീഷ് മാഷും രജനിയും കൂടെയാണ് ആ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷം ഭയങ്കര ഗംഭീരമാക്കുന്നത് അല്ലെ. ഫുഡായാലും ശരി, ഡെക്കറേഷൻ ആയാലും ശരി. അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഈ വരുത്തി വെച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ, ത്യാഗരാജൻ ഇവർക്ക് കാത്തു വെച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ ഇരയാകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗിരീഷ് മാഷി തന്നെയാണ് കൂട്ടുകാരെ. അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും നമുക്ക് നോക്കാം, രജനി, പ്രഭാവതി, ദേവിക, നന്ദൻ ഇവരൊക്കെ ഈ ഒരു ദുരന്തത്തെ എങ്ങനെ സഹിക്കും, എങ്ങനെ മറികടക്കും അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.